കൈക്കൂലി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന് ഒടുവിൽ സസ്പെൻഷൻ. വിജിലൻസ് റിപ്പോർട്ടിലാണ് നടപടി വരുന്നത്. തടവുകാർക്ക് വഴിവിട്ട സഹായം ചെയ്യാൻ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകി 4 ദിവസത്തിന് ശേഷമാണ് ജയിൽ ആസ്ഥാന DIG MK വിനോദ് കുമാറിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി. സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് ജയിൽ DIG ആയി തുടർന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നും തെളിവ് നശിപ്പിക്കുമെന്നുമാണ്. വിജിലൻസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സസ്പെൻഷൻ നടപടി തുടരുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ജയിൽ ആസ്ഥാന DIG MK വിനോദ് കുമാറിനെതിരെ ഗുരുതര അഴിമതി ആരോപണമാണുള്ളത്. കൈക്കൂലി വാങ്ങിച്ചതിന് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TP കേസിലെ പ്രതികളടക്കം തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ മാർച്ച് മുതൽ ഈ നവംബർ വരെ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. അനധികൃതമായി പരോൾ നീട്ടാനും ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കാനുമാണ് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലിയായി DIG പണം വാങ്ങിച്ചത്. ഇതുകൂടാതെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും DIGക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടും DIGയെ സർവീസിൽ തുടരാൻ അനുവദിച്ചതിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷമടക്കം ഉന്നയിച്ചിരുന്നു.